അമ്മയ്ക്കും മോക്കും 1 ഏക്കർ 4 സെന്റ് വസ്തുവുണ്ട്. അതെ. അമ്മയുടെയും മോടെയും പേരിൽ കൂടിയായിരിക്കണം എന്ന്. അതെ. എന്നാണ് കോടതി കൊടുത്തേക്കുന്നത്. അതും ചിലപ്പോൾ വ്യാജമാകാം. ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ അറിവോടെയല്ലേ രജിസ്റ്റർ ചെയ്തത്? അല്ല, മകള് രജിസ്റ്റർ ചെയ്ത്. ഒന്നും വീട്ടുകാരോട് പറഞ്ഞല്ലോ? ഞങ്ങൾ അതല്ലാതെ എല്ലാ പള്ളിയിലും മാട്രിമോണിയലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതല്ല ഞാൻ ചോദിക്കുന്നത്. ഈ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരാള് കിട്ടിയെന്നുള്ളത് ഇങ്ങനെ രജിസ്ട്രേഷനിൽ കൂടി കിട്ടിയെന്ന് എനിക്ക് പറഞ്ഞു. നിങ്ങൾ ബാംഗ്ലൂരിൽ ഇപ്പോഴും സെറ്റിൽ ചെയ്തത്? അതെ. ഈ രാമമംഗലം പോലീസ് സ്റ്റേഷനിലാണോ നിങ്ങൾ വന്നത്? അതെ. അത് വരാൻ കാരണം ഇവൻ താമസിക്കുന്ന പാമ്പാക്കുട ആയതുകൊണ്ട് രാമമംഗലം പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിലാണ്, അതുകൊണ്ടാണ് വന്നത്. അതെ അല്ലേ? അല്ല, ഞാൻ അവിടെ ചോദിച്ചു എന്റെ വീട്ടിന്റെ. നിങ്ങളുടെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട തുക എങ്ങനെ വീണ്ടെടുക്കാം, അതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഞങ്ങൾക്ക് ആവശ്യം. പല കേസുകളിലും പ്രതിയാക്കും. ക്രിമിനൽ കേസുകളിലാണ് ഇവൻ പ്രതി. അതെ. ഇവ സിവിൽ കേസിൽ പ്രതിയായിട്ടില്ല. സിവിൽ കേസ് പറഞ്ഞു മനസ്സിലായി. ഇപ്പൊ കാണുന്നുള്ള 420 ഇന്ത്യൻ ശിക്ഷാ നിയമം 420 വകുപ്പ് അനുസരിച്ചായിരിക്കണം ഇവന് കേസ്. 420, 420 വിശ്വാസവഞ്ചന, 406, 407. ഇപ്പൊ ഈ പരാതിയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി സാർ? ഇപ്പൊ 3 വർഷം. 2 വർഷം. ഇത് 2014 മാർച്ച് തൊട്ടാണ് കേസ് തുടങ്ങിയിരിക്കുന്നതും അതിന്റെ പ്രൊസീജിയേഴ്സ് നടക്കുന്നതും. അല്ലേ? മൊത്തത്തിൽ നിങ്ങൾക്ക് എത്ര രൂപ ആകെ അയാൾക്ക് എത്ര ലക്ഷം രൂപ കൊടുത്തു? 14 lakhs കൊടുത്തിട്ടുണ്ട്. 14. But that was through couple of loans. Couple of loans means? I have taken personal loan because he persuaded me to take loans. And that is in your name. പക്ഷേ അത് വരുമ്പോഴത്തേക്ക് that's only your liability. ഈ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തത് എവിടുത്തെ ബാങ്കിലാ? പിറവം ബാങ്കിലാണ്. അപ്പൊ ഏകദേശം ആ പരിസരത്താണ് ഇയാളുടെ ആക്ടിവിറ്റീസ് എന്നൊക്കെ ആദ്യമേ തന്നെ പിടികിട്ടി അല്ലേ? ആ ഏരിയയിലായിരിക്കും എന്നുള്ളത്. ബാങ്ക് അവിടെ interested telling me that I have an account, why don't you trust me? അത് ശരിയാണ്. Federal bank account. No bank account will give account to a fraud or what? സിഎമ്മിനെ കണ്ട് നിങ്ങൾ പിന്നെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തിരുന്നു. അദ്ദേഹം എന്താണ് പറഞ്ഞത്? he told he'll take action. അതിന്റെ വിഷ്വൽ ഉണ്ട് കേട്ടോ സാർ. അവിടെ ടേക്കൺ ആക്ഷൻ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അത് കൊടുത്തിട്ട് ഇപ്പോ കഴിഞ്ഞ സെപ്റ്റംബറിൽ കൊടുത്താണ്. 2014 സെപ്റ്റംബർ. അതിനും നല്ല ഫോളോ അപ്പ് വേണമായിരുന്നു. റെഗുലർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെയുള്ള ഒരുപാട് 100,000 കാര്യങ്ങൾ ഒരു ദിവസവും കാണുന്നതാണ്. അപ്പൊ അതേപോലെ ഹോം മിനിസ്റ്ററിനും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ലെറ്റർ അയച്ചിട്ടുണ്ട്, ഇന്നപോലെ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഇതെല്ലാം പോയി വീഴുന്നത് CI പുത്തൻകുരിശിലാണ്. CI പുത്തൻകുരിശ് പുള്ളി പറയണതാണ് ആൾറെഡി കോർട്ടിൽ കേസ് നടക്കുകയാണ്, അതുകൊണ്ട് ആ കേസ് തീരുമ്പോ അറിയട്ടെ. ഇതൊരു ക്രിമിനൽ കേസാ. 420 ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ക്രിമിനൽ കേസാണ് സാർ. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഇത് ക്രിമിനൽ കേസാണ്. പക്ഷെ ഇവരെ പറ്റിച്ചതിന് ശേഷവും ഇതേ സ്റ്റേഷൻ പരിധി പല സ്ത്രീകളും പരാതി കൊടുക്കുന്നുണ്ട്. ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് പെട്ടുപോയിട്ട് സ്ത്രീകൾ പരാതിയായിട്ട് അവൻ പറ്റിച്ചോണ്ടേയിരിക്കുക. അതൊക്കെ സെപ്പറേറ്റ് കേസുകളായിരിക്കും. അല്ല അതെ, പക്ഷെ അത് ഇങ്ങനെ ഫ്രോഡ് കേസുകൾ നിലവിലുള്ളപ്പോ തന്നെ എങ്ങനെ ഈ പോലീസും ഇവരൊക്കെ അവരുടെ ഭാഗത്ത് നീക്കങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു വേവലാതി. അല്ല, ഇതിനകത്ത് അതായത് 420 IPC എന്ന് പറയുന്ന ഒരു ജാമ്യം കിട്ടാവുന്ന കുറ്റമാണ്. പറയട്ടെ, അതുകൊണ്ടാണ് അയാളുടെ അമ്മയും സഹോദരിയും ചേർത്ത് ജാമ്യം എടുത്തത്. ബെയിലബിൾ ഒഫൻസ് എന്ന് നിയമപരമായിട്ട് പറയും, നോൺ ബെയിലബിൾ ഒഫൻസ് അല്ല. നോൺ ബെയിലബിൾ ഒഫൻസ് ആണെങ്കിലേ അവനെ റിമാൻഡ് ചെയ്യത്തുള്ളൂ. അപ്പം 420 വകുപ്പ് അനുസരിച്ച് പോലീസ് കേസെടുത്തുണ്ടേ അത് പോലീസ് സ്റ്റേഷൻ വെച്ചോ കോടതി വെച്ചോ ഉടൻ ജാമ്യം കിട്ടുന്ന കേസായതുകൊണ്ടാണ് അവന് ജാമ്യം കിട്ടിയത്. നിങ്ങളെ ഈ സാമ്പത്തികമായിട്ട് ഇത്രയും തട്ടിപ്പ് നടത്തിയപ്പോൾ അതിനുള്ള പരിഹാരം ഒരു സിവിൽ കോടതിയിൽ കൂടിയാണുള്ളത്. നിങ്ങൾ ചീഫ് മിനിസ്റ്റർക്ക് പരാതി കൊടുത്താലും ഹോം മിനിസ്റ്റർക്ക് പരാതി കൊടുത്താലും കളക്ടർക്ക് പരാതി കൊടുത്താലും ഏത് പരാതികളും അവരെങ്ങോട്ട് അയക്കുമെന്നറിയാമോ? ബന്ധപ്പെട്ട പോലീസിന് അയക്കും. കേസ് രജിസ്റ്റർ ചെയ്യേണ്ട അടിസ്ഥാനപരമായ ജോലി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലാണ്. ഈ FIR അനുസരിച്ച് പോലീസ് കേസെടുത്തേക്കുന്നത് നിങ്ങൾ ആലുവ റൂറൽ SP ഒരു പരാതി നൽകി. ആ പരാതിയുടെ പുറത്ത് ആ റൂറൽ SP അയച്ചു കൊടുത്ത പരാതിയുടെ പുറത്ത് ക്യാമ്പ് നമ്പർ ഇതിനകത്തുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാമമംഗലം പോലീസിലെ
ക്രൈം 406/2014 26/5/2014 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രേഖകൾ സംസാരിക്കുന്നതാ ഇത്. ആ കേസ് രജിസ്റ്റർ 420 അതില് അവൻ ജാമ്യം എടുത്തു. നിങ്ങളുടെ പരാതിയുടെ പുറത്ത് ഒരു കേസുണ്ട്, ക്രൈം 406/2014. അതിനി ഫൈനലായിട്ട് കേസ് പോലീസ് അന്വേഷിച്ച് സത്യസന്ധമാണെന്ന് കാണുക കോലഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം അവനെതിരെ സമർപ്പിക്കും. ഹലോ, റജിയാണോ അത്? റജി, ഇപ്പൊ ഞാൻ റജിയുടെ അമ്മയോട് സംസാരിച്ചിരുന്നു, പക്ഷെ അവര് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു വെച്ചു. റജി അറിഞ്ഞോ അത്? ഇവിടെ പിന്നെ വിൻസെന്റ് ഡിക്രൂസ് അദ്ദേഹവും മകളും വന്നിട്ടുണ്ട് റജി. അപ്പൊ അവര് ഇതുപോലെ പരാതി തന്നിട്ടുണ്ട്. അവരുടെ സാമ്പത്തികമായിട്ട് അവർക്ക് കുറച്ച് വഞ്ചന പറ്റിപ്പോയി. നിങ്ങൾ കുറച്ച് പൈസ അവരുടെ നിന്ന് വാങ്ങിച്ചിരുന്നു. അതെ, അവര് കേസ് കൊടുത്തതും പരാതി കൊടുത്തതും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് റജി. ഇവിടെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും ഒരു സിവിൽ കോടതിയിലും കേസ് നിലനിൽക്കുമ്പോ ഇവരിനി എന്നെ ഇങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ തേജോധം ചെയ്യാനുള്ള പരിപാടിയാണെങ്കിൽ ഇവര് ഇവിടെ മാത്രമല്ല, ഇവര് മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗിവൻ മെനി കംപ്ലൈന്റ്സ്. ഇത് പ്രൂവ് ചെയ്യേണ്ടത്, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട കോർട്ടാണ്. ഞാൻ ഗിൽറ്റി ആണോ, പ്രൂവൺ ടിൽ ഗിൽറ്റി ആണോ എന്ന് പ്രൂവ് ചെയ്യേണ്ട കോടതിയാണ്. ശരിയാണോ? അല്ലാതെ അതൊക്കെ ശരിയാണ്. മാനസികമായിട്ട് തേജോധം എന്ന് പറഞ്ഞ ഒരു ചാനലിൽ കൂടി കുറെ എഴുതി വിടാനല്ലേ പറ്റുള്ളൂ. റെജി, ഇതിനകത്തുള്ള ഒരു പ്രധാന ചോദ്യം, ഇത്രയും മനുഷ്യരുള്ളതിൽ റെജിയോട് എന്തുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലൊരു കേസ് ഫയൽ ചെയ്യാൻ ഇടവന്നത്? എന്താണ് ഞാൻ ചോദിക്കണത്? അവരെന്തുകൊണ്ട് കേസ് ഫയൽ ചെയ്ത്? ഓൾറെഡി കേസ് കോർട്ടിലാണല്ലോ. അത് തന്നെ, കോടതിയിലാണ്. ഞങ്ങൾക്ക് അതില് ഞാൻ ചോദിക്കുന്നത്, കോടതിയിൽ ഇരിക്കുന്ന ഒരു പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയം എനിക്ക് തീർക്കാൻ പറ്റുമോ? അവിടെ അതല്ലേ അവർക്ക് അവരുടെ ചോദ്യവും നമ്മുടെ ചോദ്യവും അതല്ല. റജി ശ്രദ്ധിക്കേ, റെജിയോട് മാത്രം ഇത്രയും മനുഷ്യരുണ്ട്, അവര് ബാംഗ്ലൂരിലാണ്, സാൻഡി ബാംഗ്ലൂരിലായിരുന്നു. എന്തുകൊണ്ടാണ് റെജിയുടെ പേരിൽ മാത്രം കേസ് വന്നതെന്ന് കാരണം എന്താണ്? ഈ ലോകത്തിൽ ആർക്കെതിരെ എത്ര കള്ളക്കേസ് നമുക്ക് കൊടുക്കാൻ പാടില്ല മാഡം. അങ്ങനൊന്നുമില്ല. അങ്ങനെ ആർക്കെതിരെ കേസ് കൊടുക്കുക? എന്താണ് സാൻഡിക്ക് റെജിയുടെ പേരിൽ കേസ് കൊടുക്കാനുണ്ടായ കാരണം എന്തെങ്കിലും ഉണ്ടോ? എനിക്കറിയത്തില്ല. എനിക്ക് അവരോട് യാതൊരു വിധ ബന്ധവുമില്ല. നിങ്ങൾ ഇനി എന്നെ ചാനലിനകത്ത് തേജോവധം ചെയ്താൽ പോലും തേജോവധത്തിന്റെ പ്രശ്നമല്ല. ഇവരെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? വിൻസെന്റ് ക്രൂസിനോട് ചോദിച്ചു, എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കി. ഇല്ല, അദ്ദേഹം കണ്ടത് പിന്നെ വൈകിയാണ്. പക്ഷെ നിങ്ങൾ ഫോണിൽ കൂടെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. സാൻഡിയെ പരിചയമുണ്ടോ? സാൻഡി എന്ന പെൺകുട്ടിയെ പരിചയമുണ്ടോ? അറിയത്തില്ല. പിന്നെ എങ്ങനെയാണ് അവരെ കാശ് കൈപ്പറ്റിയത്? സാൻഡിയുടെ ഫോട്ടോസും സാൻഡിക്ക് റെജിയുടെ ഫോട്ടോസും കിട്ടിയത് എങ്ങനെയാ? എനിക്കറിയത്തില്ല. റെജിക്ക് ഇവരെ ഈ ഡിക്രൂസ് എവിടെയൊക്കെ റെജിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്? അല്ല, ഇത് നിങ്ങൾ ഇതിന്റെ പാർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് ചോദിക്കാം. റെജിക്ക് ഈ പരിപാടിയിൽ നേരിട്ട് വരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, വരത്തില്ല. അതെന്താണ്? അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. ആവശ്യമില്ലാത്തതുകൊണ്ട്. നിങ്ങൾ എത്ര ലക്ഷം രൂപയാണ് സാൻഡിക്ക് കൊടുക്കാനുള്ളത്? സാൻഡിക്ക് സാൻഡിയുടെ കയ്യിൽ നിന്ന് എത്ര ലക്ഷം രൂപയാണ് നിങ്ങൾ പറ്റിയത്? ഞാനോ? ഞാൻ ഇപ്പോഴും നിങ്ങളോട് വളരെ സഭ്യമായിട്ടും മാന്യമായിട്ടും പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്റെ ലോയറെ അപ്രോച്ച് ചെയ്യാം. ശരി, റൈറ്റ് റജി. അവര് സാമ്പത്തികമായിട്ട് അവര് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവർ ഈ പരാതിയും കൊണ്ട് നടക്കുന്നത്. അവരുടെ ഇതുണ്ടല്ലോ, ഒരാളെ ഉപദ്രവിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോ ഒരു പ്രജുഡിസ് മൈൻഡോട് കൂടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ചിലപ്പോ എനിക്ക് തോന്നലാകാം പ്രജുഡിസ് ആയിരിക്കുമെന്ന്. അപ്പൊ ഞാൻ പറയുന്നത് എന്റെ ഉള്ളിൽ നിന്ന് ആ കാഴ്ചപ്പാട് പോകണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ ദാറ്റ് യു ടോക്ക് ടു മൈ ലോയർ. അങ്ങനെയല്ല റെജി. റെജിയോട് പ്രജുഡൈസ്ഡ് മൈൻഡോടുകൂടി ഞങ്ങൾക്ക് ആർക്കും സംസാരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അത് മനസ്സിലാക്കണം. 2, ഈ ലോകത്ത് ഇത്രയധികം മനുഷ്യരുള്ളിടത്ത് സാൻഡി എന്ന ഒരു വ്യക്തിക്ക് റെജി എന്ന ഒരു വ്യക്തിയുടെ പേരിൽ മാത്രം എന്തിനാ ഈ ഒരു പക? ഞാൻ ചോദിക്കുന്നു മാഡത്തിനോട് നേരെ തല തിരിച്ചൊരു ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേരില് മുഖ്യമന്ത്രിക്ക് ഈക്വലന്റ് ആണോ റെജി? സാൻഡി മറ്റേ പബ്ലിക്കിന് ഈക്വലന്റ് ആണോ? റെസ്പെക്ടബിൾ ഫാമിലി, നല്ല റെസ്പെക്ടബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ പേരില് എന്തൊക്കെ ആരോപണങ്ങള്? അതും റെജിയായിട്ട് ഒരിക്കൽ ആ ഇതുമായിട്ട് നമ്മൾ അത് വിടൂ. അത് വേറെ കാര്യമാണ്. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോഴേ അതല്ലേ ഇവിടെ ഉദ്ദേശം. അടുത്ത എന്റെ നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒരാളുടെ പേരില് നിയമത്തിന്റെ പരിധിയുടെ അകത്ത് നിന്നുകൊണ്ട്
ഒരു ക്രിമിനൽ കേസ് എടുക്കാനായിട്ട് ആരെ കൊണ്ടെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തിട്ടുണ്ട്. ഒരു സിവിൽ നേച്ചറിൽ ഒരു കേസ് എടുത്തിട്ടുണ്ട്. ഇതിനൊരു ഔട്ട്കം ഉണ്ടാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ ഹൂ ഈസ് ഗിൽറ്റി? നിങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാ ഗിൽറ്റി ആവുന്നുള്ളൂ. ഞങ്ങൾ ആരെയും ഗിൽറ്റി ആക്കിയില്ല, അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ച് സംസാരിച്ചത്. എനിക്ക് നിയമത്തിന് എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് അന്തിമമായിട്ട് ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് എനിക്ക് സമൂഹത്തിനോടും അതുപോലെ തന്നെ എന്റെ മനസാക്ഷിയോടും ബോധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അത് തന്നെ ഇപ്പൊ റെജി പറഞ്ഞു ഞാൻ ചെയ്തത് തെറ്റല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു അതാണ് നമുക്ക് അറിയേണ്ടത്. നിങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ളത് മാഡത്തിന് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അവിടെ ഇരിക്കുന്ന പാനലിൽ ഇരിക്കുന്ന റിട്ടയർഡ് ജില്ലാ ജഡ്ജിക്കും പറ്റത്തില്ല. അതല്ലേ നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾ പറയൂ ഞങ്ങൾക്ക് ഞാൻ അവിടെ ആൻസർ ചെയ്താൽ പോരെ? ഓക്കെ, വെരി ഗുഡ്. എങ്കിൽ അങ്ങനെ മതി. അപ്പൊ അയാൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് പുറത്ത് പറയാനുള്ള ആ ഒരു ടെൻഷനും വിഷമവും നിയമപരമായിട്ട് ശരിക്കാരൻ സംസാരിച്ചത്. അതായത് നിങ്ങൾ സിവിൽ കേസ് കൊടുത്തിട്ടുണ്ടോ? സിവിൽ കേസ് കൊടുത്താൽ നടത്താൻ കാശില്ലല്ലോ. നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. എവിടെയാ കൊടുത്തത്? മൂവാറ്റുപുഴയിൽ. മൂവാറ്റുപുഴ സബ് കോടതിയിലെ? അതെ, സബ് കോടതിയിലെ. അതിന് വക്കീലുണ്ടോ അവിടെ? വക്കീലുണ്ട്. വക്കീലന്മാര് മാറിക്കളിക്കുകയാണ്. കാരണം ഇവരായിട്ട് ലിങ്കുള്ള വക്കീലന്മാർ. ആരാണ് വക്കീല്? അവൻ പറഞ്ഞില്ല, മനു വക്കീലാണ് അവന്റെ വക്കീല്. നിങ്ങളുടെ വക്കീലാരാ? എന്റെ വക്കീല് പള്ളിക്കരയിലുള്ളത് ജീമോൻ പി വർഗീസ്. ജീമോൻ വർഗീസ്. എത്ര അതിന്റെ കേസ് നമ്പർ? OS 23/15. അപ്പൊ 2015 കൊടുത്തത്. ഇത് സിവിൽ കേസ്. സിവിൽ കേസ്. He need not go for needi nyayam. When he took money from me, he didn't contact anybody. No world got to know, no public got to know, not even a third person got to know about it. Now he is speaking about lawyer, legal, the entire all amount was transferred through his account. Yeah, there is a record. Now what thing he is talking directly, indirectly he's talking, he's എവിടെയും തൊടാണ്ട് വർത്താനം പറയേണ്ട ഒരു ആവശ്യമില്ല. If he is taken, give it back. I want my money, that's it. I don't want to know his genuinity or he is innocent. I don't want to know that. When he was taking money, he didn't contact anybody. His lawyer was not there that time. Did he contact his lawyer while he was taking my money? Now why he have to speak about lawyer and അക്കൗണ്ടിൽ എത്ര അക്കൗണ്ടിലാണ് ആ 14 ട്രാൻസാക്ഷൻ അക്കൗണ്ട്? പൈസ വാങ്ങിക്കുമ്പോ ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പൈസ വാങ്ങിക്കുമ്പോ he was in a helpless way. He was like, you are my wife, you are crap, that this. Now why he is talking like this? Now why he is speaking about his lawyer? എന്തുകൊണ്ട് പിന്നെ സാൻഡി എനിക്ക് വർത്താനം പറയാൻ ഇഷ്ടമല്ല, കാണാനും തന്നെ ഇഷ്ടമല്ല. Because he was stabbing back. It's a matter of trust. ഇനി ഞാൻ ആരെങ്കിലും എല്ലാവരും ഞാൻ ജനറലൈസ് ചെയ്തേ ഉള്ളൂ. അല്ല, അത് ശരി. അപ്പൊ അയാൾ പറയുന്നതിൽ ഒരു കാര്യം എന്ന് See, he spoiled my life. എനിക്ക് ഇനി ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ അക്കൗണ്ട്, എന്റെ പേര് സിബിൽ ഉണ്ട്. എനിക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. I cannot take loan. I was in number 1 those days. Now because of this fool, this fraud, I have to be zero what? Because he did a cheating to me. I am strong only because I got into spiritual life. That doesn't mean I have to think of this. I'm sorry to use foul languages. I have to think of this fraud and lifelong I have to spoil my life. Just because I thought I'll have to get married. No, Sandy, be calm. നമ്മൾ പറയുന്ന കേൾക്കൂ. കാരണം നമ്മൾ ആവശ്യമുള്ളത് You ഗൈഡൻസ് know how much my dad had to shuffle from there to here. He's already so old. Now At already this 3 age, lakhs he already has to relax. And I'm troubling him because of my small foolishness. Because I thought I have to get married and settle. സാൻഡിയുടെ മനോവികാരം മനസ്സിലാകുന്നു. He is not fraud. First of all, he is not fraud. Then why he have to generalize saying that I speak to my lawyer? He is not worth for all that. സാൻഡി ഇപ്പൊ കാണിച്ച ഈ ഒരു മൂവ്മെന്റ് അയാളോട് സംസാരിക്കണം. I want my money. I don't want what he is getting punishment or anything like that. I want my money. Give my money and leave me. I don't want to follow this lifelong, follow this fellow here. അവരുടെ മനസ്സേട്ട പറഞ്ഞു വെച്ചാൽ ആ ഒരു ഇമോഷണൽ ലോക്ക് ചെയ്തിട്ട് അവൻ പറ്റിച്ചിരിക്കുന്നതാണ്. കാരണം ഇതൊക്കെ പറഞ്ഞു. പക്ഷെ അത് നമ്മൾ ചോദിക്കുന്ന ഒരു ന്യായം കാണാത്ത ഒരാളിനെ
ഇത്രയും കൊടുത്തു എന്നുള്ള അവര് അക്കൗണ്ടന്റ് മണി ആയിട്ടാ പറയുന്നത്. മണി കൊടുത്തു സതെ. അതിനൊരു മാർഗം എന്താണ് ഇത് തിരിച്ചു കിട്ടാണെന്നുള്ളതല്ലേ നമ്മുടെ ചർച്ചാ വിഷയവും. Supporting if this is the case, how will I get my money back? No justice, no law, nothing. Whatever he says, whatever the culprit says, we should follow. Because of him, we should be scared and we should not live. We should not live independently. This is what he is saying, right? സമാധാനപ്പെട്ടു. അവൻ മേടിച്ചത് ഇവിടെ അഴിച്ചത് എല്ലാം ഉണ്ട് ഇതിനകത്ത്. അത് നോക്കിയോ. സിവിൽ കേസ് ഇപ്പം 2015 കൊടുത്തതാ. ഇപ്പം 10-15 വർഷമായ സിവിൽ കേസുകളും കോടതികളിൽ പെൻഡിങ് ആണ്. നിങ്ങൾക്ക് ആ നടപടിക്രമമല്ല. ഈ കോടതിയിൽ തീർച്ചാൽ അതിനകത്തെ നിങ്ങൾക്ക് ഇവൻ ചെയ്തത് ചതിയാണ് എന്നുണ്ടെങ്കിൽ അവന്റെ വസ്തു വല്ലതും ജപ്തി ചെയ്തിട്ടുണ്ടോ? ആ കേസ് എന്റെ വസ്തുവിന്റെ ജപ്തി ചെയ്യാനുള്ള നോട്ടീസ് കൊണ്ട് അവിടെ എല്ലാം ഒട്ടിച്ചിട്ടുണ്ടോ? എന്നാൽ ജപ്തി ചെയ്തു കോടതിയിൽ നിന്ന് ജപ്തി ചെയ്ത് അവന് വസ്തുക്കളുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തായിരുന്നല്ലോ. അപ്പം കൊടുത്തു, വസ്തു ജപ്തി ചെയ്തിട്ടുണ്ട്. He and his parents, his mother and sister washed their hands and left. അവർക്ക് പ്രോബ്ലംസ് ഇഷ്ടം പോലെ ഉണ്ടായ കാരണം ഈ പ്രൊഫഷൻ, ദിസ് ഇസ് ഹിസ് പ്രൊഫഷൻ. ഇത് 9th കേസാ. മൈൻ ഇസ് എ 9th കേസ്. ഇറ്റ്സ് എ പ്രൊഫഷൻ. ഇറ്റ് ഈസ് ഹിസ് പ്രൊഫഷൻ. ഈ പ്രൊഫഷനിൽ കിട്ടുന്ന ഇൻകം അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹിസ് മദർ ആൻഡ് സിസ്റ്റർ സപ്പോർട്ട് ഹിം. His mother and sister obviously support him. നിങ്ങൾക്ക് മനസ്സിലായി. കേസ് നടത്താനുള്ള കുറ്റപത്രം നടത്തിയല്ലോ. കുറ്റപത്രം നടത്തിയത് ഞങ്ങളുടെ ഒന്നും ഒരു സൈനും ഇല്ലല്ലോ കുറ്റപത്രത്തിൽ. കുറ്റപത്രത്തിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഒന്നും വേണ്ട. അതിന്റെ കുറ്റപത്രത്തിന്റെ കോപ്പി കിട്ടണമെങ്കിൽ വിവരാവകാശത്തിൽ കൂടെ കൊടുക്കോ, അല്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ APP ഉണ്ട്. അതായത് ക്രിമിനൽ കേസിൽ വാദിഭാഗം കേസ് നടത്തുന്ന APP, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അപ്പം അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറോട് എന്ന് പറഞ്ഞാൽ അതിന്റെ കോപ്പി, സർട്ടിഫൈഡ് കോപ്പി നിങ്ങൾക്ക് എടുത്തു തരും. അത് വായിച്ചു നോക്കാം. അത് നോക്കുമ്പോൾ അതിനകത്ത് എത്ര സാക്ഷികളുണ്ടെന്നും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാം. എന്തിന്റെ പേര് കൊടുത്തതായിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്? ചതി. എന്ത് പറഞ്ഞ് വിവാഹം ചെയ്യാന്ന് പറഞ്ഞ് ചീറ്റ് ചെയ്തു. അങ്ങനെ എന്ന് പറഞ്ഞ് 20 ലക്ഷം അങ്ങനെ തന്നെ കൊടുത്തേ. പക്ഷെ അത് 420 മാത്രമല്ല അതിൽ വരേണ്ടി. 406 വരണം. അതായത് വിശ്വാസവഞ്ചനയോടെ വരണമായിരുന്നു. ഒന്ന്, അത് അവനെ ശിക്ഷിക്കോ വെറുതെ വിടാനോ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് കഴിയത്തുള്ളൂ. മജിസ്ട്രേറ്റ് കോടതി എന്ന് പറഞ്ഞ് നഷ്ടപരിഹാരം തരത്തില്ല. അപ്പൊ മൂവാറ്റുപുഴ സബ് കോടതിയിൽ കൊടുത്ത ആ കേസിനകത്തും വിധി വരാനായിട്ട് കുറഞ്ഞ പക്ഷമെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചോ ഒരു 4-5 വർഷം എടുക്കും. മറ്റേ 2014 കേസ് 2014 കേസിനകത്തായിട്ടും ഒരു വിധി വരാനായിട്ട് ഒരു 3-4 വർഷം എടുക്കും. നിങ്ങളുടെ വക്കീൽ ആ കേസ് ഭംഗിയായിട്ട് സിവിൽ കേസ് നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ട്രാൻസാക്ഷനും രേഖകളിൽ കൂടിയാണ്, ബാങ്ക് അക്കൗണ്ടിൽ കൂടിയാണ്. നിങ്ങളുടെ അഭിഭാഷകൻ ആര്? നിങ്ങളുടെ അഭിഭാഷകൻ ജീമോൻ കെ വർഗീസ്. പ്രായമുള്ള ആളാ, ഒരുപാട് പ്രായമുള്ള ആളാ. പുള്ളി ഞാൻ ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞു. അല്ല, മുഴുവൻ പൈസയും എവിഡൻസ് ഉള്ളതുകൊണ്ട് തിരിച്ചു തന്നേ പറ്റും. കോടതിക്ക് വിധി നടത്താം. ആ വിധി വന്നാൽ അവന്റെ വസ്തു ജപ്തി ചെയ്തിട്ടുണ്ട്. ഇപ്പം പറഞ്ഞ വസ്തു ജപ്തി ഒട്ടിച്ചില്ലേ പോയി കോടതിയിൽ നിന്ന്. അത് നിങ്ങളും കൂടെ പോയില്ലേ? അവൻ എത്ര വസ്തു ജപ്തി ചെയ്തു? 25 lakhs. എത്ര വസ്തു ജപ്തി ചെയ്തു? വസ്തുവിന്റെ അളവ്. അത് നിങ്ങൾ വസ്തുവിന്റെ ഡീറ്റെയിൽസ് കൊടുത്തോണ്ടല്ല കോടതി ജപ്തി ചെയ്തത്. അതെവിടെ നടത്തോ? വില്ലേജ് ഓഫീസിൽ. അതാണ് കറക്റ്റ്. എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട്. നിങ്ങൾ നിയമപരമായ സിവിലായിട്ടും ക്രിമിനലായിട്ടും എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അത്രയും ഈ 3 വർഷം കൊണ്ട് അനുഭവിച്ചു കഴിഞ്ഞു. ഇപ്പൊ നോക്കി ഇങ്ങനെ ഇൻവോൾവ് ആണ്. എന്റെ അടുത്ത് പൈസ വാങ്ങിക്കുമ്പോ ഈ ഇതുണ്ടായിരുന്നില്ലല്ലോ, ഇത്ര ധൈര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ഒരു എന്റെ ഇൻഷുറൻസ്, എന്റെ ലോയറിനെയും നമ്മളല്ലേ കേൾക്കുന്ന ഈ പറഞ്ഞ സെന്റൻസ് റെജി കേൾക്കണമായിരുന്നു. അതുകൊണ്ടാണ് റെജിയോട് സംസാരിക്കാൻ ഇഷ്ടമല്ല വർത്താനം പറയാൻ. അത് പറഞ്ഞ വെറുതെ കുറെ തർക്കം മാത്രമേ ഉണ്ടാവുള്ളൂ മേഡം. കാരണം അയാൾ വളരെ പ്രിപ്പയർഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവൻ പോണ പോലത്തെ ആ സന്ദർഭം വരികയാണെങ്കിൽ അപ്പൊ പിന്നെ ഞങ്ങൾക്ക് പിന്നെ അതിന് പറ്റിയ പോലെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അയാൾ ജയിക്കും. അയാൾക്ക് ഒരു കേസ് ഒഴിഞ്ഞു കിട്ടും. ഞങ്ങളുടെ 4 പേരുടെ ജീവനും അതിൽ നിന്ന് ഒഴുകുമ്പോ അയാൾക്ക് സന്തോഷമാണ്. കാരണം അയാൾ അതിന്റെ ലയബിലിറ്റി നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതിനകത്ത് വേറെ കേസ് നടത്താനും അയാളെ തോൽപ്പിക്കാനും. പക്ഷെ സാൻഡി കുറച്ച് സഫർ ചെയ്താലും ഞങ്ങൾക്ക് കൊണ്ട് കഴിയുന്ന മോറൽ സപ്പോർട്ട് ഞങ്ങൾ തരാം. അയാളുടെ പരിചയക്കാരോ ബന്ധുക്കളോ അല്ലെങ്കിൽ ആ നാട്ടിലെ പ്രമുഖരായിട്ടുള്ള ആരെങ്കിലുമായിട്ടും
ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തു? നിങ്ങൾ CM അടുത്ത് ഹോം മിനിസ്റ്റർക്ക് കൊടുത്ത വിടുക? ഇല്ല. അല്ലാതെ ആരെങ്കിലുമായിട്ട് ആ നാട്ടിലെ ആൾക്കാർ? അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് ചോദിച്ചു, ഞാൻ ഫോണിലേ ചോദിച്ചുള്ളൂ, പോയി കണ്ടില്ല. ഫോണിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ അവൻ മോശമാണ്, അവന്റെ കാര്യത്തിനൊന്നും ഞങ്ങൾ ഇവിടെ ഉള്ളവരാരും ഇടപെടുകയില്ല. അവിടെയുള്ള അവന്റെ വീട്ടിനടുത്തുള്ളവരും അതാ പറഞ്ഞത്, അവന്റെ കാര്യത്തിനൊന്നും ഞങ്ങൾ ഇടപെടില്ല. അതിനകത്ത് റെജി തന്നെ നമ്മുടെ സംസാരത്തിൽ പറഞ്ഞു, ഞാൻ അവരുമായിട്ട് ഒരു ഏർപ്പാടുമില്ല, ഇനി നീതിന്യായ കോടതി കിടക്കുന്നതാണ്, അതുകൊണ്ട് തെളിയിക്കാമെങ്കിൽ അവർ തെളിയിച്ചോട്ടെ, മേടിക്കാമെങ്കിൽ മേടിച്ചോട്ടെ എന്നൊരു ഭാഷയാണ്. ആ ഭാഷയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടുണ്ടല്ലോ നമുക്ക് ഇതിനകത്ത് നിങ്ങളുടെ സിവിൽ കേസിനകത്ത് 25 ലക്ഷം രൂപയ്ക്കല്ല അവന്റെ വസ്തു ജപ്തി ചെയ്തേക്കുന്നത്. അതിനെ അറ്റാച്ച്മെന്റ് ബിഫോർ ജഡ്ജ്മെന്റ് എന്നാണ് പറയുന്നത്. ആണോ? അതാ അറ്റാച്ച്മെന്റ് ബിഫോർ ജഡ്ജ്മെന്റ് എന്നാണ് അതിനെ പറയുന്നത്. അത് അറ്റാച്ച് ചെയ്തിട്ടേക്കാം. അതെന്തെന്നറിയാമോ? വിധി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നാൽ അവന്റെ കയ്യിൽ നിന്ന് ഈ പൈസ, ഈ 25 ലക്ഷം രൂപ ഈടാക്കുന്നതിന് കോടതി ആ വസ്തു ലേലത്തിൽ വിറ്റ് ഈടാക്കി തരാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പറഞ്ഞു മനസ്സിലല്ലേ? അപ്പൊ ഈ പ്രോസസ് എന്ന് പറയുന്നത്, ഇങ്ങനത്തെ ഒരു പ്രോസസ്, ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. നിങ്ങൾക്ക് വക്കീലിനെ വെക്കാൻ കഴിയില്ലേ? കെൽസായിക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക ടു ദ മെമ്പർ സെക്രട്ടറി കേരള സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അദ്ദേഹത്തെ നേരിട്ട്, എനിക്കറിയാം, ഹൈക്കോടതിയിൽ ഞാൻ അവരുടെ ഓഫീസിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയിട്ട് അവിടെ മെമ്പർ സെക്രട്ടറി ഉണ്ട്. മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ റാങ്കിലുള്ളയാണ്. 9ാം ക്ലാസ്സുകാരനാണ്. അയാളുടെ സംസാരത്തിൽ നിന്ന് നിയമപരമായിട്ടുള്ള ഇവിടെ ഒരു ഡിസ്ട്രിക്ട് ജഡ്ജാണ് ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ അയാൾക്ക് അറിയാം. പ്രൊഫഷണലി അയാൾക്ക് എല്ലാം അറിയാം. അയാൾ 9ാം ക്ലാസ്സുകാരനാണെന്ന് വിശ്വസിച്ചു. Not only a 9th standard holder, he may be an educated person, may not be completed his course. Anyhow, he knows somewhat the procedure formalities of the court of law. In such a way, he very professionally talked. അതുകൊണ്ടാണ് അത് പറഞ്ഞ എവിടെ ഷൂട്ട് ചെയ്യണമെന്നുള്ള ആ ടാർഗറ്റ് എവിടെയാണെന്നും എവിടെ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യണമെന്നും ഇതിന്റെ സത്യവും കള്ളവും എവിടെയാണെന്ന് പറഞ്ഞാലും ഇതുപോലെയുള്ള ഒരുപാട് കേസസ് നമ്മളൊക്കെ അതിനകത്ത് ചോദിച്ചത്. ഇതിൽ ആരെങ്കിലും ഒരു അയാളുടെ ഒരു പരിചയക്കാരനോ സുഹൃത്തോ അല്ലെങ്കിൽ അയാളുടെ നാട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട ആരുമായിട്ടും പരിചയപ്പെടാൻ പോലും നിങ്ങൾക്ക് പറ്റിയില്ല. ആ ഒരു കാലഘട്ടത്തിനുള്ളിൽ അയാള് ഈ പൈസ എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു. അബൌട്ട് ദിസ് ഫ്രോഡ് ഒരു ബ്ലോഗിൽ ഇയാളിനെ പറ്റിയിട്ട് ഇന്നൊരു പെണ്ണ് എഴുതിയിട്ടിരുന്നത്, അത് ഷാദി.com പറഞ്ഞു. ആ ബാക്കിയുള്ള 8 കേസിലുള്ള ആൾക്കാരുമായിട്ട് have you ever tried to contact them? They gone suppressed because it is mostly because of mockery image ആകും. എല്ലാവരുടെ മുമ്പിൽ ഞാനൊരു പരിഹാസിയാവും. ഈവൻ ഐ ഹാവ് ദറ്റ് ഫീലിംഗ്. എല്ലാവരുടെ മുമ്പിൽ ഞങ്ങൾ ഒരു പരിഹാസിയാകും എന്നുള്ള ചിന്തയിൽ അവർ മുന്നോട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വരത്തില്ല. Now has he told ഈ കേസിന്റെ പിന്നാലെ നടക്കണം, it will take a long process. കേസ് വൈസ് അല്ല, സാൻഡി ആയിട്ട് എപ്പോഴും ആരോടെങ്കിലും like what was the issue? We tried to contact that woman who is in blog who spoke about this fraud, and she also withdrawn. She deleted the blog and she withdrawn. ഇതിപ്പോ എന്താ അറിയാവോ, ഇതിനകത്ത് ഉള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവര് വേറെ ആരെങ്കിലും അറിഞ്ഞു കഴിയുമ്പോൾ ഈ കോടതിയിലും അവിടെ ഇവിടെ ഒരു പരിചയമില്ലാത്തപ്പോൾ നമ്മൾ ആദ്യം സാറ് ചോദിച്ച അതേ ചോദ്യം, ആ ചോദ്യം വെച്ച് ആയിരിക്കും അവരുടെ വക്കീൽ സംസാരിക്കുന്നത്. അവർക്ക് അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന ഒരു പരിചയമില്ലാതെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരുത്തിന് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും പൈസ കൊടുത്തു? അപ്പോൾ സത്യാവസ്ഥ എന്ന് പറയുന്നത് ആ കുട്ടിക്ക് അറിയാം. കാരണം ഒരു മനുഷ്യനെ നമ്മളെ വഞ്ചിക്കത്തില്ല. ഒരു നല്ല മനുഷ്യനായിട്ട് തോന്നി എന്ന് പറയുന്നത് പറ്റിപ്പോയതാണ്. അതിനകത്തൊരു ഇമോഷണൽ ആണ്. പക്ഷെ എല്ലാരും എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, പലരുടെയും മുമ്പിലും വളരെ മോശമായിട്ട് ചിത്രീകരിക്കും. ആൾക്കാര് ഇങ്ങനെയുള്ള പെൺകുട്ടികളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കും, വളരെ മോശപ്പെട്ട ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കും. അപ്പൊ അത് പേടിച്ചിട്ടാണ് ഈ മറ്റു പെൺകുട്ടികൾ പരാതി കൊടുക്കാതിരിക്കുന്നത്. അനാവശ്യം പറയും, പിന്നൊരു ജീവിതം അവർക്കില്ല. ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വേറൊരു കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ച് അത് പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ഇങ്ങ് വന്നതുകൊണ്ടാണ്. അത് ആ പ്രശ്നങ്ങളൊക്കെ ഞാൻ ഏറ്റു മാഡം. അത് തന്നെ, അവർക്ക് യാതൊരു കുറവും ഇതുവരെ മരിച്ചിട്ടില്ല ഈ 3 കൊല്ലം കൊണ്ട്. അവള് പറയണതെല്ലാം മേടിച്ചു കൊടുക്കും, എല്ലാ സംഗതികളും അവള് നോക്കിക്കൊണ്ട് തന്നെ. പക്ഷെ ജോലി ചെയ്യാൻ പറ്റാൻ സിബിലല്ലേ? അല്ല, അവരാ കുട്ടി പറയുന്നതിന് ജോലി ചെയ്യുമ്പോൾ അതിന്റെ ശമ്പളം എന്ന് പറയുന്നത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ബാങ്ക് വഴി ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. Because my name is in Sibyl. Okay, ആ amount അവരെ withdraw ചെയ്യും. When I start working, I'll be into problem because avada corporate salary credit aanadu one common bank ആണ്. എൻ്റെ മേജർ ബാങ്ക് ഒന്ന് സിറ്റി ബാങ്ക് ആണ്. സിറ്റി ബാങ്ക് ത്രൂ ആണ് ഇതെല്ലാം ചെയ്തിരുന്നത്. ഇപ്പോൾ സിറ്റി ബാങ്ക് ലോക്ക് ആയിരിക്കുകയാണ്. If I have to reactivate it, my name is already in Sibyl.
അപ്പോൾ കിട്ടുന്ന സാലറി ഒക്കെ അങ്ങനെ പോകും. then there's no point in me working then. വീടും വിറ്റു 13 ലക്ഷത്തിന്. ഞാൻ ഇൻസൈഡിലാണ് താമസിക്കുന്നത്, സിറ്റി വിട്ടിട്ടാണ്, റൂറൽ ഏരിയയിലാണ് താമസിക്കുന്നത്. അതും വിറ്റു. അതും വിറ്റിട്ട് കുറേയൊക്കെ കടങ്ങളും ഇതിങ്ങനെ പോകാൻ ഇപ്പം ഇങ്ങനെ ഈ പോക്കും വരവിന് തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു 3,30,30,000 അടുത്തെത്തി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ സാർ, ഇതല്ലേ നിവർത്തിയുള്ളൂ, മറ്റൊന്നും അത്രേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ CM-നും ഹോം മിനിസ്റ്റർക്കും ഒക്കെ പരാതി കൊടുത്തു, നിങ്ങളൊരു പരിധിവരെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ഇതൊന്നും തീർച്ചയായിട്ടും അവരുടെ ശ്രദ്ധയിൽ പോയി ചേരുന്നത് അവിടെയാണ്, പുത്തൻകുരിശ് CIയുടെ ഓഫീസ്. അല്ല, പുത്തൻകുരിശ് ഒന്നിന്റെ അന്തിമമായ ഒരു തീരുമാനമോ ഒരു വിധിയോ അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. നമുക്ക് നിങ്ങളുടെ അനുഭവം കൊണ്ടാണ് നമുക്ക് വിഷമം കൊണ്ട് പറയുന്നതാണ്. ഞങ്ങൾ ഇത്രയും ആൾക്കാർ ഹയർ അതോറിറ്റിനെ കോൺടാക്ട് ചെയ്ത് അവർ ഒരു കോമൺ പോയിന്റ് ആയിട്ട് ആ കംപ്ലൈന്റ്സ് പോണത് ഇല്ല. അങ്ങനെ വിചാരിക്കണ്ട. ഈ പരിപാടി വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു മാറ്റം വരുമെന്നാണ് എന്റെ വിശ്വാസം. തീർച്ചയായിട്ടും. കാരണം ഇതിനകത്തൊരു നീതി ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാർ CM ഒക്കെ എത്രയോ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ, ഇല്ലേ? എത്ര കാര്യങ്ങൾ മധ്യസ്ഥ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നല്ല രീതിയിൽ ചെയ്യുന്നവരാണ്. അവരുടെ ശ്രദ്ധയപ്പെടും, തീർച്ചയായിട്ടും അതിന് പ്രയോജനം ഉണ്ടാവും, അങ്ങനെ വിശ്വസിക്കുക. എന്തായാലും ബാംഗ്ലൂരിൽ നിന്ന് വന്ന് വിൻസെന്റ് ഡിക്രൂസും അദ്ദേഹത്തിന്റെ മകൾ സാൻഡിയും തീർച്ചയായിട്ടും അവർ ഒരുപാട് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും തകർന്നിരിക്കുകയാണ് എന്നുള്ളത് നമുക്കെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. നിയമപരമായ എല്ലാ കാര്യങ്ങളും എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യാനുണ്ടോ അതെല്ലാം അതിൻ്റെ ക്രമത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ കേസും കാര്യങ്ങളും മുന്നോട്ട് നീങ്ങാനായിട്ട് സാമ്പത്തികമായിട്ട് അവർക്ക് ഒട്ടും സാധിക്കാത്ത ചുറ്റുപാടാണ്. നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിക്ക് ജോലി ചെയ്യാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ അതിൻ്റെ ഭാവിയും ഇരുട്ടിലായി. അവര് മുഖ്യമന്ത്രിക്കും ഹോം മിനിസ്റ്റർക്കും ഒക്കെ പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. സുമനസ്സുകളായ നമ്മുടെ ഭരണാധികാരികൾ തീർച്ചയായിട്ടും ഇതിനൊരു പോംവഴി കണ്ടെത്തും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞങ്ങളുടെ പാനൽ വിശ്വസിക്കുന്നത്. നിയമപരമായിട്ട് ഇനിയും അവർക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം പാനലിൻ്റെ ഉപദേശങ്ങളും കിട്ടിക്കഴിഞ്ഞു. എങ്കിലും ഈശ്വരൻ്റെ കോടതിയിൽ എല്ലാ കാര്യത്തിനും ഒരു വിധി ഉണ്ടാവുമല്ലോ. റജിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഈ പരിപാടി കാണുക, തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഒരുപാട് വർഷം ഈ കേസ് നീട്ടിക്കൊണ്ടുപോയി എന്തിനാ ഒരു പെണ്ണിൻ്റെ പ്രാക്ക് പിടിച്ച് പറ്റുന്നത്? എന്തെങ്കിലും തരത്തിൽ ഒരു ശതമാനമെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് അവർ പറഞ്ഞത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കോർട്ടിന് പുറത്തു വെച്ചെങ്കിലും പ്രശ്നങ്ങളില്ലാതെ തീർക്കാൻ ശ്രമിക്കും എന്ന് ഞങ്ങൾ വിശ്വസിച്ച് പോവാണ്. ഒരു പോംവഴി കാണണം റജിയുമായിട്ട് ബന്ധപ്പെട്ടവരും. വീണ്ടും കാണാൻ ജീവിതസാക്ഷിയിലൂടെ. നമസ്കാരം.